ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയപ്പോൾ ഒരു യാത്ര പോകാമെന്ന് കരുതി. ഈ പ്രാവശ്യം പോകുന്നത് നിങ്ങൾക്കെല്ലാം സുപരിചിതമായ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെയും കുക്കു ക്ലോക്കുകളുടെയും ജന്മസ്ഥലമായ ബ്ലാക്ക് ഫോറസ്റ്റിലേക്കാണ്, ജർമ്മൻകാരുടെ ഷ്വാർട്സ്വാൾഡിലേക്ക്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 6 മണിക്കൂറത്തെ കാർ യാത്രയുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക്. പോകുന്ന വഴിക്ക് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളും മേടിച്ച് വണ്ടിയുടെ ടയറിന് കാറ്റും അടിച്ച് ഡീസലും അടിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. ഇന്ന് മഴയുള്ളൊരു ദിവസമാണ്. ഈ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ചെറിയൊരു പേടിയുണ്ട്, മഴയായതുകൊണ്ട് എങ്ങനെയായിരിക്കുമെന്ന്. പോകുന്ന വഴിക്ക് പെട്രോൾ സ്റ്റേഷനിൽ ഒരു വാഷ്റൂമിൽ കയറി ഫ്രഷായി കൈ വാങ്ങിച്ചുകൊണ്ട് പോയ ചിപ്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ആദ്യത്തെ സ്റ്റോപ്പ് ഓവറായ ബാഡൻ ബാഡൻ എന്ന ജർമ്മനിയുടെ ഒരു സ്പാ സിറ്റിയിലെത്തി. ഗ്രേറ്റ് സ്പാ ടൗൺസ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന ടൗണുകളിലെ ഒന്നാണ് ഈ ബാഡൻ ബാഡൻ. ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് പോകുമ്പം ചെറിയൊരു സ്റ്റോപ്പ് ഓവർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടും മിക്ക കടകളും അവധി ആയതുകൊണ്ടും പിന്നെ കാലാവസ്ഥ അത്ര നല്ലതല്ലാത്തത് കൊണ്ടും ഒരുപാട് സമയം നമുക്കിവിടെ ചെലവഴിക്കാനായിട്ടില്ല. ഞങ്ങൾ അതുകൊണ്ട് മെയിൻ സിറ്റി സ്ക്വയർ ഒന്ന് നടന്ന് കണ്ട് ഇവിടുന്ന് നേരെ ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് തിരിച്ചു. ബാഡൻ ബാഡനിൽ നിന്നും നോർത്തിലേക്ക് നീണ്ടു കിടക്കുന്ന 150 കിലോമീറ്റർ നീളമുള്ള 2 സൈഡിലും അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന റോഡ് യാത്രയാണിത്. പോകുന്ന വഴിക്കെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ദേവദാരു അഥവാ ഫിർ മരങ്ങൾ കാണാം. ദൂരെന്ന് കാണുമ്പോൾ ഒരു കറുത്ത നിറമല്ലേ തോന്നുന്നേ, അതുകൊണ്ടാണ് ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പേര് വന്നത്. ഈ വഴിയെ പോകുമ്പം നമുക്ക് കാണേണ്ട അടുത്ത സ്ഥലമാണിത്, മമ്മൽസെ. സമുദ്രനിരപ്പിൽ നിന്നും 1036 മീറ്റർ ഉയരത്തിലുള്ള ഒരു തടാകമാണ് ഈ മമ്മൽസെ. ഇത്രയും നേരം നമ്മൾ വന്ന വഴിയിൽ വലിയ ആളും ബഹളമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. മഴക്കാരൊക്കെ ഒന്ന് മാറി ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി. തടാകത്തിന്റെ കരയിൽ നിന്ന് കാഴ്ചകൾ കാണുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ തടാകത്തിന്റെ സൈഡിലൂടെ നടന്ന് കാഴ്ചകൾ കാണാനുള്ളൊരു ചെറിയ വഴിയുണ്ട്. മനോഹരമായിട്ടുള്ള സ്ഥലമായത്. കൂടുതലും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയൊരു സ്ഥലം. ഇങ്ങനെ നമ്മൾ ഈ സൈഡിലൂടെ നടക്കുമ്പോഴത്തേന് ചില സ്ഥലങ്ങൾ എത്തുമ്പോൾ തടി വിരിച്ച പാതകൾ കാണാം. ദേ ഇതുപോലെ ഞങ്ങൾ ഒരു റൗണ്ട് നടന്ന് ദേ ഇപ്പം തിരിച്ചിറങ്ങി. ഇവിടെ ചെറിയൊരു സൊവിനിയർ ഷോപ്പ് ഉണ്ട്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് കയറി നോക്കാം. ഹിംബെയർ, ചെറി, പീച്ചിൻ്റെ ഒക്കെ ലിക്വർ ഇവിടെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും സ്പെറ്റ്സല്, പാസ്ത വെറൈറ്റീസ് ഒക്കെയാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് ആണ് കൂടുതൽ. സ്മോക്ഡ് പിഗ്, അതിൻ്റെ സോസേജ് വെറൈറ്റീസ് ഒക്കെ. വേണ്ടവർക്ക് ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകാം. അല്ലെങ്കിൽ ഇവിടെ ചെറിയൊരു സൈഡിൽ ബ്രെഡിനകത്ത് ഇങ്ങനെയുള്ള സോസേജുകളും സലാമിയൊക്കെ വെച്ച് ചെറിയൊരു സ്നാക്ക് പോലെ വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ വാങ്ങിച്ച് ഇവിടെ നിന്ന് തന്നെ കഴിക്കുകയും ചെയ്യാം. പിന്നെ കൂടുതലും സൊവിനിയേഴ്സ് ആണ്. കുക്കു ക്ലോക്കുകൾ, തടിയിൽ തീർത്ത മറ്റ് അലങ്കാര വസ്തുക്കൾ, ടോയ്സ് ഒക്കെ. തടിയിലാണ് മിക്ക സാധനങ്ങളും ഉണ്ടാക്കിയേക്കുന്നത്. തടി വിട്ടോ വേറെ ഒരു പരിപാടിയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ പോകുന്നത് ഓൾ സെയിൻസ് വാട്ടർഫോൾ കാണാനാണ്. ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. പോകുന്ന വഴിയെ കണ്ടിരിക്കേണ്ട ഒരു പ്രധാന വെള്ളച്ചാട്ടമാണ് ഈ ഓൾ സെയിൻസ് വാട്ടർഫോൾ. അതിമനോഹരമായ ബ്ലാക്ക് ഫോറസ്റ്റിലെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് ഈ ഓൾ സെയിൻസ് വാട്ടർഫോൾ. അതിപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഭംഗിയുണ്ടെന്നുള്ളത്. ഓൾ സെയിൻസ് എന്നറിയപ്പെടുന്ന ഒരു മൊണാസ്ട്രിയുടെ ആയിരുന്നു ഈ ഒരു വാട്ടർഫോൾ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ്. എന്തൊരു ഭംഗിയല്ലേ. വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗം തൊട്ട് മുകളിൽ വരെ പല പല പ്ലാറ്റ്ഫോമിലായി നിന്ന് നമുക്ക് കാണാം. തടിയിൽ തീർത്ത പാലത്തിൽ നിന്ന് കാഴ്ചകൾ കണ്ട് പടികൾ കയറിയാണ് മുകളിലേക്ക് പോകുന്നത്. സമ്മർ സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിന്റർ ആവുമ്പം ഇവിടെ ഇങ്ങനെയൊന്നും അല്ല, നല്ല സ്ലിപ്പറി ആയിരിക്കും, ഐസും സ്നോയും ഒക്കെ വീണ. അപ്പം നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോകാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷെ അപ്പോഴും കാഴ്ചകൾ കാണാൻ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പം സൈഡിലൂടെ വെള്ളച്ചാട്ടത്തിന്റെ പല ഭാഗങ്ങൾ കാണാം. അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ പല ഭാഗങ്ങൾ കണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മുകളിലത്തെ പ്ലാറ്റ്ഫോം വരെ ഞങ്ങൾ വന്നു. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വെള്ളം ഒഴുകുന്ന ഒച്ചയൊക്കെ കേട്ട് ആസ്വദിച്ചിങ്ങനെ ഇരുന്നു. വെള്ളച്ചാട്ടം കാണാനുള്ള ആകാംക്ഷയിൽ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. ഇനി നമ്മൾ ഇങ്ങോട്ട് കയറിയില്ലേ, അതേ വഴി തന്നെ തിരിച്ചിറങ്ങണമല്ലോ എന്ന് ആലോചിച്ചപ്പം ഉള്ള എനർജിയൊക്കെ പോയി. അങ്ങനെ അതിമനോഹരമായ വെള്ളച്ചാട്ടം കണ്ട് ഞങ്ങൾ നേരെ കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് വന്നു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ച്, ഇതുവഴി ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ടൈം ടേബിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ടർഫോളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. നേരെ നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിലേക്ക് പോകണം. ഇപ്പം സമയം 6:30 കഴിഞ്ഞു. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂറത്തെ യാത്രയുണ്ട് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക്.
ഹോട്ടലിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഈ പ്രാവശ്യം ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റിൽ ബുക്ക് ചെയ്തത് ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. ഞങ്ങൾ എത്താൻ ലേറ്റ് ആവുന്നത് കൊണ്ട് കീ അവർ ഓൾറെഡി ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ നിന്ന് കീ എടുക്കണം. ഗസ്റ്റ് ഹൗസിൻ്റെ പാർക്കിങ്ങിൽ തന്നെ വണ്ടിയിട്ട് റൂമിൻ്റെ താക്കോലും എടുത്ത് ഞങ്ങൾ റൂമിലെത്തി. കുഞ്ഞു റൂമാണ്. ബെഡ്റൂമും കബോർഡും ചെറിയൊരു ടിവിയും ബാൽക്കണിയും ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരു ഹൈലൈറ്റ് ഈ ഡൈനിങ് ഏരിയ ആണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാറ്. ഈ കബോർഡ് തുറക്കുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു അടുക്കളയാണ്. സിങ്ക്, പാത്രങ്ങൾ, സ്റ്റൗവ് എല്ലാം ഉണ്ട്. സാധനം ഞങ്ങൾ വരുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല യാത്രാക്ഷീണം ഉള്ളത് കൊണ്ട് വന്ന ഉടനെ ഒരു കുളി കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേൽക്കുന്നത് കിളികളുടെ ഒച്ച കേട്ടോണ്ടാണ്. ഏറ്റവും കൂടുതൽ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്ത് മിസ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഇവിടെ പാത്രം ഉണ്ടാകുക എന്ന ഉറപ്പ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഓൾറെഡി അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ചായയും അതുപോലെ ബ്രെഡും ഓംലെറ്റും ഉണ്ടാക്കി കഴിച്ച് റെഡിയായി ഞങ്ങൾ കാഴ്ചകൾ കാണാൻ ഇറങ്ങി. ഇന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ജർമ്മനിയുടെ അതിമനോഹരമായ ഗ്രാമീണ കാഴ്ചകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും നോക്കിയാൽ കാണാം പുൽമേടുകളും, ദൂരെയാണേൽ തിങ്ങി നിറഞ്ഞ് ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ടിപ്പിക്കൽ ഫിർ മരങ്ങളും ഇടയ്ക്കിടയ്ക്ക് തടിയിൽ തീർത്ത വീടുകളും ഒക്കെയാണ് കാഴ്ചകൾ. പോകുന്ന വഴിയിൽ ഇതുപോലെ കാറ് പാർക്ക് ചെയ്ത് കാഴ്ചകൾ ആസ്വദിക്കാനുള്ള പല പല പാർക്കിംഗ് സ്പേസസ് ഉണ്ട്. കാറിൽ വന്നുള്ളൊരു ഗുണം ഇതാ, നമുക്ക് പാർക്കിംഗ് സ്പേസിൽ വണ്ടിയിട്ട് ഇതുപോലെ കാഴ്ചകൾ നമ്മുടെ സൗകര്യാർത്ഥം ആസ്വദിക്കാം. ഇവിടുത്തെ വീടുകളിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, മറ്റ് സ്ഥലങ്ങളിലെ പോലെയല്ല, നല്ല സ്റ്റീപ്പ് സ്ലോപ്പുള്ള മേൽക്കൂരയാണ്. അത്രയ്ക്ക് മഞ്ഞുവീഴ്ച ഇവിടെ കാണും. അതുകൊണ്ടായിരിക്കും ഇത്രയും സ്റ്റീപ്പായിട്ട് മേൽക്കൂരകൾ പണിതിരിക്കുന്നത്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ട്രീബർഗ് വാട്ടർഫോൾസ് കാണാനെത്തി. ഇവിടെ വന്നപ്പം ആളും തിരക്കും ഒക്കെ ഉണ്ട് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തു, നേരെ വാട്ടർഫോൾസ് കാണാനുള്ള ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ക്യൂവിൽ കയറി നിന്നു. ഇവിടെ ഈ വാട്ടർഫോൾസ് മാത്രമല്ല മറ്റ് കാഴ്ചകളും ഉണ്ട്. ആദ്യം വെള്ളച്ചാട്ടം തന്നെ കണ്ടു തുടങ്ങാമെന്ന് കരുതി. വാട്ടർഫോൾസ് മാത്രം കാണാനാണെങ്കിൽ 8 യൂറോ ആണ് ടിക്കറ്റ് പ്രൈസ്. ഞങ്ങൾ 2 ടിക്കറ്റും വാങ്ങി നേരെ വെള്ളച്ചാട്ടം കാണാൻ കയറി. നല്ല തിരക്കുണ്ട്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റിനെ കാണുന്ന ഈ ഒരു ഏരിയയിലാണ്. അതിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകളും ഒരുപാടുണ്ട്. ജർമ്മനിയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്നാണ് ഈ ട്രീബർഗ് വാട്ടർഫോൾസ് അറിയപ്പെടുന്നത്. 163 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം ചാടുന്നത്. 7 സ്റ്റേജുകളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള വഴിയെ നടന്നാണ് വെള്ളച്ചാട്ടത്തിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ആസ്വദിക്കേണ്ടത്. ഞങ്ങൾ അങ്ങ് മുകൾ വരെ പോയി കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ചിറങ്ങിയപ്പോൾ ദേ ഈ ഒരു കുഞ്ഞു കാപ്പിക്കട കണ്ടു. കാപ്പിക്കട എന്ന് പറയാൻ പറ്റില്ല, കാപ്പി വിൽക്കുന്ന വണ്ടി. വെള്ളച്ചാട്ടത്തിന്റെ മുകൾ വരെ പോകുന്നത് നല്ല ആയാസപ്പെട്ട പണിയായതുകൊണ്ട് കാപ്പി കുടിക്കാമെന്ന് വെച്ച് 2 കട്ടൻ കാപ്പി മേടിച്ചു. കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ പോകുന്നത് ഹൗസ് ഓഫ് 1000 കുക്കു ക്ലോക്സ് എന്നറിയപ്പെടുന്ന ഒരു കടയിലേക്കാണ്. പോകുന്നതിന് 2 ഉദ്ദേശങ്ങളുണ്ട്. അത് ഞാൻ വഴിയേ പറയാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ കുക്കു ക്ലോക്കുകളുടെ ജന്മസ്ഥലമാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ്. ജർമ്മനിയിൽ വരുന്ന ഏതൊരാളും സുവനിയറായി മേടിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നതും ഒരു കുക്കു ക്ലോക്ക് തന്നെയാണ്. ഈ കട അങ്ങനെ കുക്കു ക്ലോക്കുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പലതരം, പല വലിപ്പം, പല രൂപത്തിൽ, പല ഭാവത്തിൽ 165 യൂറോ മുതൽ 15,000 യൂറോ വരെ, അതായത് ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ പറയുവാണെങ്കിൽ 1000 രൂപ തൊട്ട് 15 ലക്ഷം രൂപ വരെയുള്ള കുക്കു ക്ലോക്കുകൾ ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും. ബാറ്ററി ഓപ്പറേറ്റഡ് കുക്കു ക്ലോക്കുകൾ വേണമെങ്കിൽ അതുണ്ട്, അല്ല മെക്കാനിക്കൽ വേണമെങ്കിൽ അതുമുണ്ട്. ഞങ്ങളുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ബ്ലാക്ക് ഫോറസ്റ്റിൽ പോകാനായിട്ട് ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു കുക്കു ക്ലോക്ക് മേടിച്ചുകൊണ്ട് വരണമെന്നുള്ളത്, അതും ഒരു മെക്കാനിക്കൽ ക്ലോക്ക് തന്നെ മേടിക്കണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പല കടകളിൽ കയറി. അങ്ങനെ അവസാനം ഈ ഒരു കടയിൽ നിന്ന് ഈ ഒരു ക്ലോക്ക് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിന് പിടിച്ചു. ഞങ്ങൾ നോക്കി വന്ന അതേ ക്ലോക്ക് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു കുക്കു ക്ലോക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്ന് മേടിച്ചു. അങ്ങനെ കുക്കു ക്ലോക്ക് മേടിച്ചതിൻ്റെ സന്തോഷത്തിലും നല്ല വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ടും കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് പോകുന്ന വഴിക്ക് 2 പിസ്സ മേടിച്ച് കഴിച്ച് ഞങ്ങൾ നേരെ ട്രീബർഗിൽ നിന്നും ഇനിയും കാണാൻ പോകുന്നത് ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ കുക്കു ക്ലോക്കാണ്. അതെ, ഈ കാണുന്നതാണ് ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ കുക്കു ക്ലോക്ക്. 1980 ജോസഫ് ഡോൾഡ് പണിത ഒരു സാധാ കുക്കു ക്ലോക്കിൻ്റെ 50 ഇരട്ടി വലിപ്പമുള്ള ഈ കുക്കു ക്ലോക്കാണ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ കുക്കു ക്ലോക്ക്. 2 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുക്കു ക്ലോക്കിൻ്റെ അകത്ത് കയറി നമുക്ക് ഈ ക്ലോക്കിൻ്റെ എഞ്ചിനീയറിംഗ്
വശങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓരോ 30 മിനിറ്റ് ഇടവിട്ടും ഈ കുക്കു ക്ലോക്ക് അടിക്കും. അത് കാണാനുള്ള ആൾക്കാർ നേരത്തെ സ്ഥലം പിടിക്കും. ഞങ്ങൾ വന്ന സമയം ഏതാണ്ട് 4 മണി അടുക്കാറായി. 4 മണിക്ക് കുക്കു ക്ലോക്ക് അടിക്കും. അതുകൊണ്ട് ഞങ്ങളും വെളിയിൽ സ്ഥലം പിടിച്ചു. അങ്ങനെ അവസാനം 4 മണി ആയപ്പം ദേ കുക്കു വെളിയിൽ വന്നു. കുക്കുവിനെ നേരിൽ കണ്ടു. പക്ഷെ കുക്കുവിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ തടിയിൽ തീർത്ത മനുഷ്യനെയാണ്. എന്ത് ഭംഗിയാണ് അല്ലേ? അങ്ങനെ ഞങ്ങൾ കുക്കുവിനെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയായത് ഒരാൾ ഒരു പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ പണിയെടുക്കുന്നു. ബ്ലാക്ക് ഫോറസ്റ്റിൽ നമ്മൾ കണ്ടിരിക്കേണ്ട 3 കുക്കു ക്ലോക്കുകളുണ്ട്. ഒരെണ്ണം നമ്മളിപ്പോൾ കണ്ടു. ഇനി 2 എണ്ണം കൂടി കാണാനുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിലവിലെ ഏറ്റവും വലിയ കുക്കു ക്ലോക്കാണ്. നേരത്തെ കണ്ട ക്ലോക്ക് ഒരു സാധാ ക്ലോക്കിൻ്റെ 50 ഇരട്ടി വലിപ്പമാണ് ഉള്ളതെങ്കിൽ ഈ കാണുന്ന ക്ലോക്ക് ഒരു സാധാ കുക്കു ക്ലോക്കിനെക്കാട്ടിലും 60 ഇരട്ടി വലിപ്പമാണ് ഉള്ളത്. എന്തിനു പറയുന്നു, ഒരു വീട് തന്നെയാണ് ഈ കുക്കു ക്ലോക്ക്. ഇവിടെ ക്ലോക്ക് അടിക്കുമ്പോഴേക്കും കാണാൻ നിൽക്കുന്നവരുടെ തിക്കിനും തിരക്കിനും യാതൊരു കുറവും ഇല്ല. അങ്ങനെ നോക്കി നിന്ന് കറക്റ്റ് 5 മണി ആയപ്പോഴേക്കും കുക്കു ഇതാ കൂട്ടിൽ നിന്ന് വെളിയിൽ വന്നു. ഇനി നമ്മൾ ഈ കണ്ട 2 ക്ലോക്കുകളും നമ്മുടെ സൗകര്യത്തിന് അടിക്കത്തില്ല. പക്ഷെ നമ്മുടെ സൗകര്യത്തിന് അടിക്കുന്ന ഒരു കുക്കു ക്ലോക്കും ഇവിടെയുണ്ട്. ദേ ഈ കാണുന്നതാണ് ആ കുക്കു ക്ലോക്ക്. €1 ഇട്ട് കഴിഞ്ഞാൽ ഏത് കുക്കുവും നമുക്ക് വേണ്ടി വെളിയിൽ വന്ന് പാടും. അങ്ങനെ ഞങ്ങൾ കുക്കു ക്ലോക്കിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഹോട്ടലിലേക്ക് പോവാണ്. പോകുന്ന വഴിയിലും കാഴ്ചകൾ മരത്തിൽ തീർത്ത വീടുകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വ്യത്യസ്തമായി കണ്ടത് ഈ ഒരു ബസ് സ്റ്റോപ്പാണ്. അതുപോലും തടികൾ തീർത്തിരിക്കുക. ഞങ്ങൾ അങ്ങനെ നേരെ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെത്തി. വരുന്ന വഴിക്ക് അടുത്തുള്ള റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചു. നടന്നു പോകാനുള്ള ദൂരവേ ഉള്ളൂ. അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുക. ബെർഗ്സെ എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്ന് നമ്മൾ വൈകിട്ടത്തെ ആഹാരം കഴിക്കാൻ പോകുന്നത്. ഇതൊരു ടിപ്പിക്കൽ ജർമ്മൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്വന്തം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടെ മറ്റ് കേക്കുകളും നിരത്തി വെച്ചിരിക്കുന്നതാണ്. നാളെ ഞങ്ങൾ കേക്ക് കഴിക്കാൻ വേണ്ടി മാത്രം പോകുന്നുള്ളത് കൊണ്ട് കേക്കിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ നേരെ വെയിട്രസ് കാണിച്ചു തന്ന സീറ്റിൽ കയറിയിരുന്ന് മെനു നോക്കി ഫുഡ് ഓർഡർ ചെയ്തു. റിഞ്ച് ഗുലാഷ് സ്പെറ്റ്സലയും ബെർഗ്സെ സ്പെഷ്യൽ ഫ്ലൈഷ് കേസയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഫുഡിനൊന്നും ഒരു കുറ്റവും പറയാനില്ല. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പിന്നെ രാവിലെ തൊട്ട് ഇന്ന് നടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ക്ഷീണവും നല്ല വിശപ്പും ഉള്ളതുകൊണ്ട് കിട്ടിയ ഫുഡ് കഴിച്ച് ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു റെസ്റ്റോറൻറ്റിൽ. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച അതേ ഇത്. ATM നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഹിന്ദിയിൽ എഴുതിയേക്കുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഇന്നലത്തെ പോലെ തന്നെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് രാവിലെ തന്നെ പോകുന്നത് ടിറ്റിസെ കാണാനാണ്. 10,000 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഗ്ലേഷ്യറിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ തടാകം. ഇത് ബ്ലാക്ക് ഫോറസ്റ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റിക് അട്രാക്ഷനാണ്. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് വെറും 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ടിറ്റിസയിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നു. രാവിലെ ആകുമ്പോൾ വലിയ ആളും ബഹളവും ഒന്നും കാണത്തില്ലല്ലോ. അതുകൊണ്ട് ലേക്കിലേക്ക് നടക്കുന്ന വഴിക്ക് 2 സൈഡിലും സൊവനിയർ കടകൾ കാണാം. കുക്കു ക്ലോക്കുകളും ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെയാണ് നമുക്കിവിടെ സൊവനിയറായി മേടിച്ചുകൊണ്ട് പോകാൻ കിട്ടുക. ലേക്കിന്റെ സൈഡിലിരുന്ന് കാഴ്ചകൾ കാണുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തടാകത്തിലൂടെ ബോട്ട് ട്രിപ്പ് നടത്തുന്ന ആൾക്കാരുമുണ്ട്. ഒന്നെങ്കിൽ ഇതുപോലുള്ളൊരു ബോട്ടിൽ ടിക്കറ്റ് എടുത്ത് നമുക്ക് ബോട്ട് യാത്ര നടത്താം, അല്ലെങ്കിൽ പ്രൈവറ്റായി ഇങ്ങനത്തെ ബോട്ടുകളും എടുക്കാം. ഞങ്ങളൊരു ബോട്ട് യാത്ര നടത്താമെന്ന് കരുതി ടിക്കറ്റ് എടുത്തു. 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ബോട്ട് യാത്രയാണിത്. ടിക്കറ്റ് എടുത്ത് നേരെ ബോട്ടിൽ കയറി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടി ആൾക്കാരൊക്കെ വന്നു. ബോട്ട് പതുക്കെ നീങ്ങി തുടങ്ങി. പോകുന്ന വഴിക്ക് ബോട്ടിൽ ഒരു റെക്കോർഡിംഗ് ഉണ്ട്. അത് നമുക്ക് ബോട്ടിൽ സഞ്ചരിക്കുമ്പം കാണുന്ന കാഴ്ചകളും ടിറ്റിസയുടെ പ്രത്യേകതകളും ഒക്കെയാണ് വിവരിച്ചു തരുന്നത്. ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും ഒരു ക്യാമ്പിംഗ് പ്ലേസ് കാണാം. ഒരുപാട് വോൺ മൊബൈലുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ റെക്കോർഡിങ്ങിൽ പറഞ്ഞു തന്ന ടിറ്റിസയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ടിറ്റിസയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളൊരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നേരെ കയറിയത് എവിടെയാണോ അവിടെ തന്നെ തിരിച്ചു വന്ന് ഇറങ്ങി. നല്ലൊരു ബോട്ട് റൈഡ് ആയിരുന്നു. രാവിലെ ആയതുകൊണ്ട് വെയിലില്ല, പിന്നെ വലിയ ആളും ബഹളവും അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റി. ഞങ്ങൾ യാത്ര ചെയ്ത ഈ ബോട്ടിൻ്റെ പേര് കരോള എന്ന ദേ കിടക്കുന്ന ബോട്ട്. അങ്ങനെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോകുന്നത് ഒരു കാപ്പി കുടിക്കാനാണ്. കാപ്പി മാത്രമല്ല കേട്ടോ, ബ്ലാക്ക് ഫോറസ്റ്റിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പല പല സ്ഥലത്തു നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും കേക്കിൻ്റെ ജന്മസ്ഥലത്തെ രുചി എങ്ങനെയാണെന്ന് അറിയാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കഫേ കണ്ടുപിടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നത്.
വന്ന പാടെ ഒന്നും നോക്കിയില്ല, കേക്ക് കണ്ടതും 2 പീസ് കേക്ക് ഓർഡർ ചെയ്തു, കൂടെ 2 കാപ്പിയും. ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ഓർഡർ ചെയ്യുന്നത് ഈ കേക്ക്. അതുകൊണ്ട് ഈ കേക്കിന് നല്ല ചിലവുമുണ്ട് ഈ കടയിൽ. ഇവിടെ ഈ കേക്ക് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് കേക്കുകളുണ്ട്. പക്ഷെ എല്ലാവരുടെയും നോട്ടം ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലേക്ക് തന്നെയാണ്. പല ലെയറുകളുള്ള ഒരു സ്പോഞ്ച് കേക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ചെറി ലിക്വറുള്ള ലെയർ. ഒന്നും പറയാനില്ല. ദൈവമേ, ഈ ഒരു കേക്ക് കഴിച്ചിട്ട് എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇത്രയും നാളും പലയിടത്തുനിന്നും ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് പറഞ്ഞ് കഴിച്ച കേക്ക് ശരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണോ എന്നുള്ളത്. നാട്ടിൽ കിട്ടുന്ന കേക്കിൻ്റെ രൂപം ഈ കാണുന്ന കേക്കിൻ്റെ രൂപവും വ്യത്യാസമില്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കേക്കും കഴിച്ച് കാപ്പിയും കുടിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി നമ്മുടെ റൂമിലേക്ക് പോവാം. ഇപ്പോഴാണ് ശരിക്കും വെളിച്ചത്ത് ഞങ്ങൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ രൂപം കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു ചെറിയ ഗസ്റ്റ് ഹൗസാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് കാറെടുത്ത് നേരെ പോകുന്നത് ഷൂൾസെ എന്ന മറ്റൊരു തടാകം കാണാനാണ്. വെള്ളച്ചാട്ടങ്ങൾ പോലെ ഇവിടെ ഒരുപാട് തടാകങ്ങളും ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഡീസലും അടിച്ചു. നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ കാഴ്ചകൾക്ക് ഭംഗി കൂടും. ഇപ്പം നമുക്ക് ഏറെക്കുറെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനസ്സിലായി. അങ്ങനെ ഷൂൾസെ എത്തി. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ലേക്ക് സൈഡിലേക്ക് നടക്കുക. ഏകദേശം 7 കിലോമീറ്ററോളം നീളമുള്ളൊരു തടാകമാണ് ഈ ഷൂൾസെ. ഇപ്പം ഇതൊരു റിസർവോയർ ലേക്കാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിലെ ഏറ്റവും വലിയ നീളം കൂടിയ തടാകമാണ് ഈ ഷൂൾസെ. നമ്മൾ ചിറ്റിസയിൽ കണ്ട അത്രയും തിരക്കൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇനി ഞങ്ങൾ പോകുന്നത് റവേന ഗോർജ് എന്ന് പറയുന്ന സ്ഥലം കാണാനായിട്ടാണ്. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം തോന്നണമെന്നില്ല. പക്ഷേ ബ്ലാക്ക് ഫോറസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് നിങ്ങൾ അടിച്ചു നോക്കുമ്പോഴത്തേനും നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് ഈ റവേന ബ്രിഡ്ജിൻ്റെ പടമാണ്. ഇവിടെയാണ് ആ ഫേമസ് ക്രിസ്മസ് മാർക്കറ്റ് നടക്കുന്നത്. കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് നടക്കുക. പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണിത്. ചെറിയ അരുവികൾ, എന്ത് ഭംഗിയല്ലേ! ശരിക്കും എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലം തന്നെയാണ്. ഇവിടെ ഈ ബ്രിഡ്ജ് മാത്രമല്ല കേട്ടോ കാണാനായിട്ട്. ഒരു ചെറിയ കുക്കു ക്ലോക്ക് ഉണ്ട്, ഗസ്റ്റ് ഹൗസുകളുണ്ട്, സോവിനിയർ കടകളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ആ സോവിനിയർ ഷോപ്പിലൊന്ന് കയറി എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് അറിയാമല്ലോ എന്ന് കരുതി. ഇവിടെയും കൂടുതൽ കുക്കു ക്ലോക്കുകളും അതുപോലെ ചെറിയ ചെറിയ തടിയിൽ തീർത്ത ക്രിസ്മസ് മാർക്കറ്റ് സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് കൂടുതൽ. ഇപ്പം വൈനാക്സ് പിരമിഡ്, അതായത് ക്രിസ്മസ് പിരമിഡ്, മറ്റ് സൊവിനിയർ, അതും എല്ലാം തടിയിൽ തീർത്ത സാധനങ്ങൾ തന്നെയാണ്. എന്തിനു പറയുന്നു, ഒരു സൈക്കിള് പോലും തടിയിൽ തീർത്തത് ഇവിടെയുണ്ട്. വില 5000 യൂറോ ആണെന്ന് മാത്രം. ഇനി നമ്മൾ കുക്കു ക്ലോക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു, അതുപോലെ സൊവിനിയർ കടകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് പാലത്തിൻ്റെ അടുത്തേക്ക് നടക്കാം. ഇപ്പോൾ വലിയ ആളും ബഹളവും ഒന്നുമില്ല. പക്ഷേ ഇതുപോലല്ല കേട്ടോ ക്രിസ്മസ് സമയത്ത്, ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മനോഹരമായ ക്രിസ്മസ് മാർക്കറ്റാണ്. അത് കാണാനായിട്ട് ജർമ്മനിയിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരികയും ചെയ്യും. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇനി റൂമിലേക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി കുളിച്ച് ഇന്നത്തെ ഡിന്നറൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ അതും ആ ന്യൂസൊക്കെ കണ്ട് ഞങ്ങൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് പതിവ് പോലെ ചായ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ റൂം ചെക്കൗട്ട് ചെയ്തു. ഞങ്ങൾ ഇന്ന് ബ്ലാക്ക് ഫോറസ്റ്റിനോട് യാത്ര പറയുവാണ്. വളരെ നല്ലൊരു യാത്രയായിരുന്നു ഇത്. ഒരുപാട് കാഴ്ചകൾ കണ്ടു. നമ്മൾ പ്ലാൻ ചെയ്തു വന്ന ഒട്ടുമിക്ക കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ടും സാധിച്ചു, ദൈവാനുഗ്രഹം കൊണ്ട്. പോകുന്ന വഴി ഞങ്ങൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൽ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ടെന്നറിയാം. അതുകൂടി കയറി കാണണം. ഇന്നത്തെ കാലാവസ്ഥ അത്ര നല്ലതല്ല കേട്ടോ. ഇന്ന് മഴയുണ്ട്, അതുകൊണ്ട് കുടയൊക്കെ പിടിച്ചാണ് നടപ്പ്. ബാഡ് വിൽബാഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ്. 2018 തുറന്ന ഈ ബ്രിഡ്ജിന് 350 മീറ്റർ നീളമുണ്ട്. ടിക്കറ്റ് ചാർജ് 12 യൂറോ ആണ് ഒരാൾക്ക്. പക്ഷേ എത്ര യൂറോ ആണെങ്കിലും നമ്മൾ ഇവിടെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രിഡ്ജിൻ്റെ തുടക്കത്തിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അവസാനം കാണാൻ പറ്റില്ല. ഏതാണ്ട് ഒരു ഷേപ്പിലാണ് ഈ ബ്രിഡ്ജ് കിടക്കുന്നത്. മഴയായതുകൊണ്ട് നമുക്കങ്ങനെ ഒത്തിരി ആസ്വദിക്കാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഒന്ന് നടന്നു, കുട പിടിച്ചുകൊണ്ടാണെങ്കിലും. അങ്ങനെ ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റിൽ കണ്ടിരിക്കേണ്ട ഒട്ടുമിക്ക കാഴ്ചകളെല്ലാം കണ്ട് നേരെ പാർക്കിങ്ങിൽ വന്ന് പാർക്കിംഗ് ഫീസ് അടച്ച് ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതെല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.